ഖബർ സ്വർഗീയമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിസ്കാരങ്ങൾ വളരെ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിൽ പോയി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ ഖബർ വെളിച്ചമാകും, അവരുടെ ഖബർ വിശാലമാകുമെന്ന്, അവരുടെ ഖബറിൽ നിന്ന് അല്ലാഹു ശിക്ഷ ഉയർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ അമൽ സ്വദഖയാണ്. മൂന്നാമത്തെ അമൽ സ്വദഖയാണ്. സ്വദഖ ചെയ്യുന്ന ആളുകളുടെ ഖബറിടം വിശാലമാകുമെന്നാണ്, സ്വദഖ ചെയ്യുന്നവരുടെ ഖബറിടം വെളിച്ചമാകുമെന്നാണ്, സ്വദഖ ചെയ്യുന്നവരുടെ ഖബറിടത്തിൽ അല്ലാഹു ശിക്ഷ നൽകൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വദഖ, ഒന്നുകിൽ നിങ്ങളുടെ ഖബറിടം വിശാലമാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം വെളിച്ചമാവാൻ വേണ്ടി, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ ഉമ്മ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ പിതാവ്, അവരൊക്കെ ഒരു പക്ഷേ ഖബറിടത്തിൽ പ്രയാസപ്പെടുന്നവരായിരിക്കാം, ഒരുപക്ഷേ ഖബറിടത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാവാൻ സാധ്യതയുണ്ട്. അത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വവലദുൻ സാലിഹൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നബി ഒരിക്കൽ കടന്നു വന്ന നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല, ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്വദഖ ചെയ്താൽ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് എത്തുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതെ, നീ സ്വദഖ കൊടുത്തോളൂ, ഉമ്മയ്ക്ക് അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ സമയത്ത് സ്വഹാബി സ്വദഖ ചെയ്തു. എന്ത്? അദ്ദേഹത്തിന്റെ വലിയൊരു തോട്ടമാണ് ഉമ്മയുടെ പേരിൽ സ്വദഖ ചെയ്തത്. അതേപോലെ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഖബറിടത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നുവെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്, ഖുർആൻ ഓതാൻ കഴിയാത്ത രോഗമാണ് റബ്ബേ അത്. ഈ മക്കളുടെ പ്രാർത്ഥന, ഈ മക്കളുടെ സ്വദഖകൾ അവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ഖബറിടം ശിക്ഷയുള്ള ഖബറിടമാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാഹുവേ. ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി തന്നെ നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി തന്നെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവേ, അവരുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാഹ്. ഉന്നതമായ പദവി നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പിതാവ്, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. എത്ര വൈകിയാലും മകൻ വരുമെന്ന് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ, അവർക്ക് ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നീ നൽകണേ റബ്ബേ. രോഗങ്ങൾ നൽകണേ റബ്ബേ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം അവന്റെ പ്രകാശമാണ്. നിസ്കാരത്തിന്റെ വിഷയം വളരെ ശ്രദ്ധയോടെ വേണം. ഇനി മുതൽ അത് നിസ്സാരമായി കാണരുത്. ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം. കഴിഞ്ഞതൊക്കെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇനി നമ്മൾക്ക് അറിഞ്ഞുവല്ലോ, 10 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് പോയിരിക്കണം. അത് തമാശയല്ല. അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല, അവിടെ ഒരു ഇളവുമില്ല, ഒരു തിരക്കും അവിടെ പറയാൻ പാടില്ല. നിർബന്ധമാണിത്, കണിശമാണിത്, കർക്കശമാണിത്. അങ്ങനെ പോയാൽ അല്ലാഹു തആല നിങ്ങളുടെ മുഖത്തിനും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ഖബറിടത്തിനും അല്ലാഹു പ്രകാശം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. യകൂനു അജ്റുഹാ നൂറൻ ലിസാഹിബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ, അതേപോലെ തന്നെ ബർസഖിയായ ഖബറിടത്തിലെ അല്ലാഹു തആല നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശം നൽകുമെന്നാണ്. പിന്നെ നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ 2 നിസ്കാരങ്ങളുണ്ട്. മൊത്തത്തിൽ നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ 2 നിസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? പറഞ്ഞോളൂ. ഏതൊക്കെയാണ് നിസ്കാരങ്ങൾ? 2 നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്, പ്രത്യേകമായ ഒരു വെളിച്ചമുണ്ട്. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ? മൻ ഹാഫള അലൈഹാ, ആരാണോ നിസ്കാരത്തെ പ്രത്യേകമായി ഓരോ സമയത്തും ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിൽ ആരാണോ സൂക്ഷിക്കുന്നത്, കാനത് ലഹു നൂറൻ, അതവർക്കൊരു നൂറായിരിക്കും, വെളിച്ചമായിരിക്കും. വബുർഹാനൻ, വെളിച്ചമായിരിക്കും. വനജാതൻ മിനൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള
ഒരു അമലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഒരാൾ സുബ്ഹിക്ക് പള്ളിക്ക് പോകുന്നവർ, ഇശാഇന് പള്ളിയിലേക്ക് പോകുന്നവർ, രണ്ട് നിസ്കാരത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇശാഇനും സുബ്ഹിക്കുള്ള പ്രത്യേകത എന്താ? ളുഹറിനും മഗ്രിബിനും അസറിനും ആ പ്രത്യേകത എന്താ? ളുഹറിന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് നിറയെ വെളിച്ചമാണ്, അസറിനും വെളിച്ചമാണ്, മഗ്രിബിനും വെളിച്ചമാണ്. എന്നാൽ ഇശാഇന് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്, സുബ്ഹിക്ക് പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ് 4 മദ്ഹബിൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ആ മാതാവ് കുഞ്ഞുമോനെ വിളിക്കുമെന്നാണ്. ആ കുഞ്ഞുമോനെ വിളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചുണർത്തുന്നത്. ശ്രദ്ധിക്കണേ, ചില ഉമ്മമാർക്ക് മക്കളോട് സ്നേഹം തോന്നാറുണ്ട്. എങ്ങനെയാണ് സുബഹി നിസ്കാരത്തിന് 10 വയസ്സിന്റെ മകനെ എങ്ങനെയാണ് പള്ളിയിലേക്ക് ആക്കുക? ചെറിയ കുഞ്ഞല്ലേ എന്ന് ചില ഉമ്മമാർക്ക് തോന്നാറുണ്ട്. ആ ഒരു സ്നേഹം കപടമാണ്, പാപത്തിന്റെ സ്നേഹമാണത്. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ അദ്ദേഹത്തിന്റെ മകനെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മാതാവ് അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലെ 10 വയസ്സ് പ്രായമുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. ഉമ്മ വളരെ നേരത്തെ എണീക്കും, എന്നിട്ട് വെള്ളം ചൂടാക്കും, എന്നിട്ട് മകനെ വിളിക്കും. ആ വെള്ളത്തിൽ മകനെ കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ ദുആ ചെയ്യും. അത് കഴിഞ്ഞാലോ നേരെ ഉമ്മ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നു വരുമെന്നാണ്. മകന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കുമെന്നാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വയസ്സ് 10 വയസ്സാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ നിസ്കാരം നിർബന്ധമാകുന്നത് 10 വയസ്സിന്റെ സമയത്താണ്. ആ സമയത്ത് തന്നെ ജമാഅത്ത് നിർബന്ധമാണ്. ഉമ്മമാരെ, ഭാര്യമാരോട്, രക്ഷിതാക്കളോട്, ഉപ്പമാരോട് പറയാനുള്ളത്, ആ സമയത്ത് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടില്ല. രാത്രി സമയങ്ങളിൽ നടക്കുന്നവരോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നടക്കുന്നവർ എന്ത് സന്തോഷ വാർത്തയാണ് അറിയിക്കേണ്ടത്? ഖിയാമത്ത് നാളിൽ എന്തെന്നില്ലാത്ത വെളിച്ചം, എന്തെന്നില്ലാത്ത പ്രകാശം ഈ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക്, സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതിനും അല്ലാഹു പ്രതിഫലം തരും. ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകണം, സുബഹി നിസ്കാരത്തിനും പള്ളിയിലേക്ക് നടന്നു പോകണം. അതെന്തെന്നില്ലാത്ത വെളിച്ചം ലഭിക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ നൂറ്, എന്തിനാണ് ഈ വെളിച്ചം, എന്തിനാണ് ഈ പ്രകാശം? ഇതിന് വല്ല പ്രത്യേകതയുമുണ്ടോ? നോക്ക്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അൻത നൂറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണല്ലോ റബ്ബേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമായ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പറയാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ നബി തങ്ങളുടെ പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഈ നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വഫൗഖി നൂറാ വതഹ്തി نورا وأمامي نورا وخلفي نورا وعظم لي نورا. നബി തങ്ങളുടെ ദുആയാണ്. അല്ലാഹുവേ, ഉറക്ക ദുആ ചെയ്യലാരും നിങ്ങൾ തണുപ്പൊക്കെ പോട്ടെ. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലിം ലീ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ. നിങ്ങൾ
ഇജ്അൽ ഫീ ഖൽബി നൂറാ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണേ അല്ലാഹ്. നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഈ നൂറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹൃദയത്തിന് വെളിച്ചം വരണേ അല്ലാഹ്. പിന്നെ രണ്ടാമത്തേത് വഫീ ബസ്വരി നൂറാ. അല്ലാഹുവേ എന്റെ കണ്ണിന് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. കണ്ണിന് നൂറ് വേണമെന്നാണ്, കണ്ണിന് വെളിച്ചം വേണമെന്നാണ്. വഫീ സമഈ നൂറാ. അല്ലാഹുവേ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വഅൻ യമീനി നൂറാ. എന്റെ വലതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വഅൻ യസാരി നൂറാ. എന്റെ ഇടതുഭാഗത്ത് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വഫൗഖി നൂറാ. എന്റെ മുകൾ ഭാഗത്ത് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വതഹ്തി നൂറാ. അല്ലാഹുവേ എന്റെ കാൽഭാഗത്ത് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വഅമാമി നൂറാ. എന്റെ മുൻഭാഗത്ത് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. വഖൽഫി നൂറാ. എന്റെ പിൻഭാഗത്തും വെളിച്ചം നൽകണേ അല്ലാഹ്. വഅള്ളിംനി നൂറാ. നൂറ് കൊണ്ട്, വെളിച്ചം കൊണ്ട്, പ്രകാശം കൊണ്ട് എന്നെ നീ പ്രത്യേകമായി ആവരണം ചെയ്യണേ അല്ലാഹ് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്.